ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ കൊളംബിയയെ ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി സ്വിറ്റ്സർലൻഡ് ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ് സ്വിറ്റ്സർലൻഡിന്റെ എതിരാളികൾ. നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോൾരഹിതമായ മത്സരത്തിനൊടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് കൊളംബിയയെ കീഴടക്കി സ്വിറ്റ്സർലൻഡ് ക്വാർട്ടറിൽ പ്രവേശിച്ചത്. ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിനായിരുന്നു സ്വിസ് പടയുടെ വിജയം. 1954 ശേഷം ആദ്യമായാണ് സ്വിറ്റ്സർലൻഡ് ലോകകപ്പ് ക്വാർട്ടറിൽ കടക്കുന്നത്. മത്സരത്തിലുടനീളം ഇരു ടീമുകളും മികച്ച പ്രത്യാക്രമണങ്ങൾ അഴിച്ചുവിട്ടെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു. പ്രതിരോധ കോട്ട കെട്ടി ഇരു ടീമുകളുടെയും ഡിഫൻഡർമാരും ഗോൾ കീപ്പർമാരും തിളങ്ങിയതോടെ നിശ്ചിത 90 മിനിറ്റിലും തുടർന്ന് ലഭിച്ച അധിക സമയത്തും ഗോൾ പിറന്നില്ല. കടുത്ത സമ്മർദ്ദ നിമിഷങ്ങളിൽ സ്വിസ് താരം റൂബൻ വർഗാസ് എടുത്ത് നിർണായകമായ കിക്ക് ലക്ഷ്യം കണ്ടതോടെ സ്വിറ്റ്സർലൻഡ് വിജയമുറപ്പിച്ചു. സ്വിസ് ഗോൾ കീപ്പർ ഗ്രെഗർ കോബലിന്റെ മികച്ച സേവുകളാണ് മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡിന് തുണയായത്. കൊളംബിയൻ താരം കൂച്ചോ ഹെർണാണ്ടസിന്റെ കിക്ക് തടുത്തിട്ട കോബൽ സ്വിസ് വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചു. उसमें अब एक और नाम शामिल होता हुआ लेकिन गोल नहीं दाग पाए कूचो हर्नांडेस. കൊളംബിയൻ ക്യാപ്റ്റൻ ഡാവിൻസൺ സാഞ്ചസ് എടുത്ത കിക്ക് ക്രോസ് ബാറിലിടിച്ച് തെറിച്ചതും കൊളംബിയയ്ക്ക് വൻ തിരിച്ചടിയായി. സ്വിറ്റ്സർലാൻഡിനെ സംബന്ധിച്ച് ഈ വിജയം ചരിത്ര താളുകളിൽ ഇടം പിടിക്കുന്ന ഒന്നാണ്. നീണ്ട 72 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവർ ഒരു ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത്. ക്വാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയാണ് സ്വിറ്റ്സർലാൻഡിന്റെ എതിരാളികൾ. വേൾഡ് കപ്പ് ഡെസ്ക് കൈരളി ന്യൂസ്.